സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായരേവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്ന് അറിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയും അത് 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. 3 പേര് ഗോദയിലുണ്ട്, 2 പേര് അസംബ്ലിയിൽ ജയിച്ചു വന്നിരിക്കുന്നു. ഒരാൾ കേന്ദ്രത്തിലെ MP മാത്രമല്ല, ആക്ച്വലി ഇവൻ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗം കൂടെ, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് KC വേണുഗോപാൽ. പോയിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ പദവി വഹിക്കുന്ന സെക്രട്ടറിയും കൂടിയാണ്. കേരളത്തിലെ ജയം അഭിമാനവുമാണ്. അത് പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും വളരെ വലിയ തോതിൽ UDF അതിനകത്ത് കോൺഗ്രസും നേടി. പക്ഷേ ഈ സംഘടനാ ചുമതലയുള്ള വേണുഗോപാലിന്റെ ഉത്തരവാദിത്തമാണ് ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ പരിതാപകരമായ പരാജയം. അതിനെക്കുറിച്ചൊന്നും അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി കാണുന്നില്ല. എന്റെ ഒരു ചെറിയ നിരീക്ഷണം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ പരമ്പരാഗതമായ ശൈലി അനുസരിച്ചിട്ടാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ MLA-മാർ കൂടി അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രക്രിയ നടന്നിട്ടില്ല. പക്ഷേ അതിനെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പാർട്ടിയുടെ കേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷകർ വന്നു. പണ്ട് കാമരാജ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയ പോലെ ഓരോരുത്തരെയും വിളിച്ച് ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു ഒരു കണക്കെടുപ്പിടൊക്കെ നടത്തി വരും. ഇതിനകത്ത് എനിക്ക് ചെറിയൊരു സംശയമുള്ളത്, നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നിയമസഭയിൽ ജയിച്ചു വന്ന ആളുകളായിരിക്കണമല്ലോ. അപ്പം ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഒരാൾ നിയമസഭയിലേ ഇല്ല. അദ്ദേഹം പാർലമെന്റിലെ അംഗമാണ്. അപ്പോൾ അതിനുള്ള എന്താ പറയുക, ഒരു ലീഗാലിറ്റിയുടെ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ ധാർമ്മികമായിട്ടത് ശരിയാണോ എന്നുള്ളതാണ് സംശയം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 2-3 ദിവസം കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവും. അതിനകത്ത് ഈ ഉള്ള ചർച്ചകൾ തെരുവിൽ ഇഴച്ച് ആളുകളെയൊക്കെ നാറ്റിക്കുന്നത് എന്തോന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇവിടെ നടക്കുന്ന മത്സരങ്ങളൊക്കെ പരസ്യമായിട്ട് ജനം അറിയുന്നത് നല്ല കാര്യമല്ലേ. മറ്റു ചില പാർട്ടികളൊക്കെ ഇതെല്ലാം വളരെ ഗോപ്യമായിട്ടാണല്ലോ. ഇവിടെ സ്ഥാനം അർഹിക്കുന്നവർ അവരുടേതായ കഴിവനുസരിച്ചിട്ട് അവരുടെ യോഗ്യത പ്രദർശിപ്പിക്കാൻ നോക്കുന്നത്. അതിൽ അശ്ലീലമായിട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. പക്ഷേ ഈ പൊതുവെയുള്ള ഉണ്ടല്ലോ, അത് മഹാവൃത്തികേടായിപ്പോയി. ജനങ്ങൾ ഇലക്ട് ചെയ്ത് കേട്ടിട്ട് അവരിങ്ങനെ തെരുവിലിറങ്ങി ഇതിലൊന്നും വലിയ അർത്ഥമില്ല. ആകെ എൻ്റെ മനസ്സിൽ ഒരു കൺസേണായിട്ടുള്ളത് ഈ ഉണ്ടാക്കിയെടുക്കുന്ന മന്ത്രിസഭ എത്രത്തോളം ഈ സാമ്പത്തികമായിട്ടും ഒരു തരത്തിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ കുറച്ച് അതപ്പതിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ പോലെ ഈ മന്ത്രി പണി ഏൽപ്പിക്കുന്നവരെ അതിനുള്ള കെൽപ്പുണ്ടായിരിക്കണം. അതല്ലാതെ അതിനകത്ത് പ്രാദേശിക പ്രാതിനിധ്യം, ജാതി പ്രാതിനിധ്യം, പാർട്ടി പ്രാതിനിധ്യം ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരു സഭയുണ്ടാക്കി മന്ത്രിസഭ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു പ്രകടന പാരമ്പര്യം ഉണ്ടാവുകയുള്ളൂ. ആക്ച്വലി കേരളത്തിൽ നടന്ന കഴിഞ്ഞ 10-50 കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരേ ഒരു തവണയാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ മന്ത്രിസഭ. 57-ലെ AMSന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ എത്ര പ്രഗത്ഭരെയാണ് മന്ത്രിമാരാക്കിയത്. ആക്ച്വലി MLA-മാരിൽ പാർട്ടിക്കകത്ത് തന്നെ ആളിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഡോക്ടർ M.R. മേനോൻ, വിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫസർ മുണ്ടശ്ശേരി, നിയമവകുപ്പ് VR കൃഷ്ണയ്യർ, ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അത്തരത്തിലോട്ട് നീക്കാൻ ശേഷം കണ്ടതേയില്ല. വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട പല മന്ത്രിമാരും അത് കഴിഞ്ഞ ഇപ്പം അധികാരത്തിൽ നിന്ന് പുറത്തുപോയ LDF സർക്കാരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ആ പ്രവണതയ്ക്കൊരു അന്ത്യം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ഖജനാവ് കാലിയായിരിക്കുന്ന അവസ്ഥ, ആക്ച്വലി ഒരു വീടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായത്തിൻ്റെ
ഭദ്രത എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് വേണ്ടി ഈ പറയുന്ന അധികാരത്തിലെത്താൻ പോകുന്ന മുന്നണി എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമല്ല. അവരാകെ പറഞ്ഞിരിക്കുന്നത് അവർ എന്തൊക്കെ ചെയ്യാം, ചിലവാക്കാമെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെല്ലാം ഫ്രീ സൗജന്യമായിട്ടുള്ള യാത്ര. എന്ത് കഷ്ടമാണിത്! ഈ സ്ത്രീകൾക്കെന്തോന്ന് കൊമ്പുണ്ടോ? പുരുഷന്മാരെ ഇങ്ങനെയും വിവേചന വിധേയമാക്കേണ്ട കാര്യമുണ്ട്. സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ കുട്ടികളെ ഇവർക്കൊക്കെ യാതൊരാനുകൂല്യം കൊടുക്കുന്നതിൽ ഒരു യുക്തിയുണ്ട്. അതൊന്നുമല്ലാതെ ഇങ്ങനെ എങ്ങനെയൊക്കെ ചിലവാക്കാം. വേറൊരു സംവിധാനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സംസ്ഥാനത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു. റവന്യൂവിനൊരു മന്ത്രി, ഫൈനാൻസ് ധനകാര്യത്തിനൊരു മന്ത്രി, അതായത് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു മന്ത്രി, അത് ചിലവാക്കാൻ വേറൊരു മന്ത്രി. ഇതൊക്കെ എന്നേ അവസാനിപ്പിക്കേണ്ട കാര്യം. അത് കേന്ദ്ര ഗവൺമെന്റിലൊക്കെ എന്നേ അവസാനിപ്പിച്ചു. അവിടെ ഫൈനാൻസ് മന്ത്രിയല്ലേ ഉള്ളൂ, അവിടെ റവന്യൂ മന്ത്രിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ എഡ്യൂക്കേഷനിൽ ലോവർ എഡ്യൂക്കേഷൻ്റെ ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേറെ മന്ത്രി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏടാകൂടങ്ങളൊക്കെ മാറ്റി നിർത്തി ഒരു പുരോഗമന ചിന്ത മനസ്സിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന മുഖ്യമന്ത്രി പ്രവർത്തിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.